ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSCയിലെ നമ്മുടെ ടർബോ 12 സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അടുത്ത 2026-27 കാലയളവിലേക്കുള്ള പരീക്ഷകൾക്കുള്ള കട്ട പ്രിപ്പറേഷൻസിലാണ്. നമ്മുടെ അടുത്ത സർക്കാർ ജോലി എന്ന നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള നമ്മളുടെ ഒരു തയ്യാറെടുപ്പിനുള്ള സമയമാണ്. അപ്പോൾ നമ്മളെ തേടി വരുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സൈലം PSC അവതരിപ്പിക്കുന്ന ഈ ഒരു ടർബോ 12 സീരീസിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സീരീസ് സ്കോളർഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി എല്ലാവരും കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇനി ഈ പറയുന്ന 12 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ വിഷയങ്ങളിൽ നിന്നുള്ള ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളൊരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നിങ്ങൾക്കുണ്ടാകും. അതനുസരിച്ചിട്ടുള്ള പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഓരോ ക്ലാസ്സും സുവ്യക്തം, ഒരിത്തിരി പോലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കൃത്യമായി കാണുക. നിങ്ങളായിരിക്കും ഒരുപക്ഷെ ആ വിജയി എന്നുള്ളത് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഹിസ്റ്ററി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററി പാർട്ടിൽ നമ്മുടെ സിലബസിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. നമ്മുടെ സിലബസിൽ വളരെ പ്രധാനമായി പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്കാണ് ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, നമ്മുടെ എക്സാമിന് വേണ്ടി, നമ്മുടെ സ്കോളർഷിപ്പിന് വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് നമുക്കറിയാം. അതായത് നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാം? നമുക്ക് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ തുടർന്ന് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ നമ്മൾ പ്രധാനമായും 3 ഘട്ടമായി തിരിച്ചിട്ടുണ്ട്. അല്ലേ 3 ഘട്ടമായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. അല്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ നമ്മൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ 3 പ്രധാനപ്പെട്ട ഘട്ടമായിട്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒന്നാമത്തേതായിരുന്നു മിതവാദി ദേശീയ കാലഘട്ടം എന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലേ, മിതവാദി ദേശീയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഈ മിതവാദി ദേശീയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമായിരുന്നു മിതവാദി ദേശീയ കാലഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ 2ാം ഘട്ടമായിരുന്നു ഇന്ത്യയുടെ തീവ്രവാദി കാലഘട്ടം, അല്ലെങ്കിൽ തീവ്ര ദേശീയ കാലഘട്ടം എന്ന് നമ്മൾ പഠിക്കുന്നത്. 2 തീവ്രദേശീയ കാലഘട്ടം. തീവ്രദേശീയ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ തീവ്രദേശീയ കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത്. 3ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയും, ഗാന്ധിയൻ കാലഘട്ടം അഥവാ ഗാന്ധിജിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഗാന്ധിയൻ കാലഘട്ടം എന്നു മുതൽ ഇന്ന് വരെ 1919 മുതൽ 1947 വരെയുമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട കാലയളവുകളാണ്. 1 മിതവാദി ദേശീയ കാലഘട്ടം, 2 തീവ്രദേശീയ കാലഘട്ടം, 3 ഗാന്ധിയൻ കാലഘട്ടമാണ്. ഓരോ കാലഘട്ടവും എന്ന് മുതൽ എന്ന് വരെയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ മിതവാദി ദേശീയ കാലഘട്ടം. 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ തീവ്രദേശീയ കാലഘട്ടം. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ ഗാന്ധിയൻ കാലഘട്ടം എന്നും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടന്നിട്ടുള്ള സംഘടിത പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രക്ഷോഭങ്ങളെ നമ്മൾ 3 കാലഘട്ടങ്ങളിലായി തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഈ തരംതിരിവ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രദേശീയ കാലഘട്ടത്തിനകത്ത് വരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അല്ലേ, ഇന്ത്യയുടെ തീവ്രദേശീയ കാലഘട്ടത്തിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു എന്ത്, ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. 1885 ഡിസംബർ 28 1885 ഡിസംബർ 28 ഇന്ത്യയിലെ
എല്ലാ മേഖലകളിലെയും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പൊതുസംഘടനാ സംവിധാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. അല്ലേ? INC രൂപീകൃതമായി 1885 ഡിസംബർ 28 ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രാദേശികമോ ആയിട്ടുള്ള വേർതിരിവുകളില്ലാതെ എല്ലാ ജനതയെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഒരു പൊതുസംഘടനാ സംവിധാനം എന്ന നിലയിൽ INC രൂപീകൃതമായി വരുന്നുണ്ട്. ഈ INCയുടെ വളർച്ച ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. INC കൊണ്ടുവരുന്ന ആശയങ്ങളും പ്രമേയങ്ങളും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സ്വതന്ത്ര ഭരണ നയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കി, വലിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാക്കി. ഈ തടസ്സങ്ങൾ ഇന്ത്യയിൽ അവരുടെ സാമ്രാജ്യത്വ വികസനവും അവരുടെ ഭരണപരമായ മേൽക്കൈ സ്ഥാപിക്കുന്നതിലും പലപ്പോഴും തടസ്സപ്പെടാൻ തുടങ്ങി. അതായത് ഇന്ത്യയിലൊരു സ്വതന്ത്രമായ ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജനതയെ ഒന്ന് സ്വസ്ഥമായി അടക്കിയിരുത്തണമെന്നറിയാവുന്ന ബ്രിട്ടീഷുകാർ പല വിധേനയുള്ള നമ്പറുകളായി അടിച്ചു നോക്കി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത്. പക്ഷെ എത്രയൊക്കെയായിട്ടും ദേശീയ പ്രസ്ഥാനം ക്രമേണ ആശയപരമായി വികസിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആദ്യകാലങ്ങളിൽ പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിച്ചു കൊണ്ടിരുന്ന മിതവാദി നടപടികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഒരു തീവ്ര ദേശീയ ആശയങ്ങൾ കൂടി കടന്നു വന്നു. അങ്ങനെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് തീവ്രദേശീയ ആശയങ്ങൾ കടന്നു വരാൻ പ്രധാനമായും കാരണമായൊരു സംഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യ നിരക്ക് എന്നത് അതിനകത്തെ ഒരു കാരണമാണ്. ഇന്ത്യയുടെ തീവ്രദേശീയതയുടെ വളർച്ചയെ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറയുന്ന കാര്യമാണെന്ത്? ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യ നിരക്ക്. ആ ദാരിദ്ര്യ നിരക്ക് ഉണ്ടാകാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ വിദ്യാസമ്പന്നരുടെ എണ്ണത്തിലെ വർധനവ്. 2, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചത്. 3, ഇന്ത്യയിലെ ദാരിദ്ര്യ നിരക്ക് വർദ്ധിച്ചത്. ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ തീവ്രദേശീയതയുടെ വളർച്ചയെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞത്? ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിദ്യാസമ്പന്ന ജനതയുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അത്രയും തൊഴിൽ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി. 3, അതിലൂടെ ഇന്ത്യയിൽ വലിയ രീതിയിൽ ദാരിദ്ര്യ നിരക്ക് വർദ്ധിക്കുന്നതിനത് കാരണമായി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൂടെ ഇന്ത്യയിൽ ഒരു തീവ്ര ദേശീയ ആശയം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ദേശീയ പ്രസ്ഥാനം കൂടുതൽ പിടിമുറുക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഈ വളർന്നു വരുന്ന ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കുറച്ചേ മതിയാകൂ എന്നുള്ളൊരവസ്ഥ വന്നു. അതിനുവേണ്ടി ബ്രിട്ടീഷുകാരൊരു കാര്യം ചെയ്തു. അത് നടക്കുന്നത് 1905 1905 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ബംഗാൾ വിഭജനമെന്ന ഒരു ഭിന്നിപ്പിച്ചു ഭരിക്കൽ നയം ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചു. ബംഗാൾ വിഭജനം അവതരിപ്പിച്ചു. ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം ഇന്ത്യയിൽ നടക്കുന്നത്. അങ്ങനെ ഈ ബംഗാൾ വിഭജന നടപടി എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയത്തിൻ്റെ, ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു എന്ത്? ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ സ്വതന്ത്രമായൊരു നയത്തിൻ്റെ ഉദാഹരണമാണെന്ത്? ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ആരെ ഭിന്നിപ്പിക്കുന്നു? ഇന്ത്യയിലെ ഏത് വിഭാഗത്തെ ഭിന്നിപ്പിച്ചാൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം അശക്തമാക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. കാര്യം, ബംഗാൾ വിഭജനത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഭിന്നിപ്പിക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അടിത്തറ തന്നെയായിരുന്നു. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അടിത്തറ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അഴിച്ചു പണിയേണ്ടത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ബ്രിട്ടീഷുകാർക്ക് അഴിച്ചു പണിയേണ്ടിയിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ബംഗാൾ തിരഞ്ഞെടുത്തു? ഹിന്ദു മുസ്ലിം ഐക്യം ഇല്ലാതെയാക്കാൻ എന്തുകൊണ്ട് ബംഗാൾ തിരഞ്ഞെടുത്തു എന്നതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ എന്തുകൊണ്ട് ബംഗാൾ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, നോക്കിയേ മക്കളെ, ഈ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയാണ് അല്ലേ? ഈ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയാണ്. ഇന്നത്തെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയിൽ ഏകദേശം ഈ ഭാഗത്തായിട്ടൊരു രാജ്യം നിൽപ്പുണ്ട്. ഏതാണ് ആ രാജ്യം? ഇതാണ് നിലവിൽ നമ്മളുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. ഇതാണ് നമ്മളുടെ നിലവിലെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. ഇനി ഇവിടെയായിട്ട് എന്തുണ്ട്?
ഇവിടെയായിട്ട് നമ്മളുടെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന രാജ്യമുണ്ട്, അഥവാ പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാളുണ്ട്. വെസ്റ്റ് ബംഗാളിനും താഴെയായിട്ട് വേറൊരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനമാണ് ഒഡീഷ. ഇതായിരുന്നു ഏത്? ഒഡീഷ. ഒഡീഷയ്ക്ക് മുകളിലായി ഏകദേശം ഇവിടെയായി കിടക്കുന്നൊരു സംസ്ഥാനമാണ് ഏത്? ബീഹാർ. ഇവിടെയായിട്ട് ആരുണ്ട്? ബീഹാറുണ്ട്. ഇനി ഈ മേഖലയിലായി വ്യാപിച്ചൊരു സംസ്ഥാനം കൂടിയുണ്ട്. അതായിരുന്നു ഏത്? അസം. അതായിരുന്നു ഏത്? അസം. ഏകദേശമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശും അതിനോട് അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ബംഗാളും അതിന് താഴെയായുള്ള ഒഡീഷയും അതിന് മുകളിലായി കിടന്ന ബീഹാറും അങ്ങ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കിടക്കുന്ന അസം എന്നീ പ്രദേശങ്ങൾ ചേരുന്നതായിരുന്നു നമ്മുടെ പഴയ ബംഗാൾ എന്ന് പറയുന്ന രാജ്യം. ഇതായിരുന്നു നമ്മളുടെ പഴയ ബംഗാൾ. ബംഗാൾ എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ബംഗാൾ. അതായത് ഇന്നത്തെ ഇന്ത്യയിൽ കാണുന്നത് ഇത്രയും പ്രദേശങ്ങൾ അടങ്ങുന്നതായിരുന്നു നമ്മുടെ പഴയ ബംഗാൾ എന്ന് പറയുന്ന നാട്ടുരാജ്യം. നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഒന്നുമല്ല ആര്? ബ്രിട്ടീഷുകാർ. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികളെ കുറിച്ച് ചോദിച്ചാൽ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തികൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ആദ്യമായി കടന്നു വന്നത് പോർച്ചുഗീസുകാരാണ്, അല്ലേ? ആദ്യമായി പോർച്ചുഗീസുകാർ വന്നു, അതിനുശേഷം ഡച്ചുകാർ വന്നു, അതിനുശേഷമാണ് ആര് വന്നത്? ബ്രിട്ടീഷുകാർ വന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു, അതിനുശേഷം പിന്നീടും വന്നു ഫ്രഞ്ചുകാർ, അല്ലേ? അങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യതേരൊന്നും അല്ലാര്? ബ്രിട്ടീഷുകാർ. അല്ലെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലേക്ക് വ്യാപാര ആവശ്യങ്ങൾക്കായി എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി അല്ല ബ്രിട്ടീഷ്. ആദ്യം എത്തുന്നത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇങ്ങനെ വന്ന മൂന്നാം സ്ഥാനീയരായിരുന്ന ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിക്കുന്നത്, ഇങ്ങനെ വന്ന ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിക്കുന്നത് ബംഗാളിലായിരുന്നു. ബ്രിട്ടീഷുകാർ ആദ്യമായി ആധിപത്യം, അല്ലെങ്കിൽ ആദ്യമായി അവർ ആധിപത്യം ഉറപ്പിച്ചത് എവിടെയായിരുന്നു? ഈ ബംഗാളിലായിരുന്നു. ബ്രിട്ടീഷുകാർ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചത് ഈ ബംഗാളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഉറപ്പിച്ചു? ബ്രിട്ടീഷുകാർ അവിടെ 1757 പ്ലാസി കലാപവും 1764 ബക്സർ കലാപവും, പ്ലാസി അതേപോലെ തന്നെ ബക്സാർ കലാപത്തിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഏത്? ബംഗാൾ. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ കലാപങ്ങളിലൂടെയും ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ പ്രദേശമായിരുന്നു ഏത്? ബംഗാൾ. അങ്ങനെ ബ്രിട്ടീഷുകാർ ബംഗാളിൽ ഇന്ത്യയിൽ അവർ ആദ്യമായി ആധിപത്യം ഉറപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഏത്? ബംഗാൾ. അതുകൊണ്ട് തന്നെ നോക്കി, 1757 അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ ആശയങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആദ്യകാല ഇരകളെന്ന് പറയുന്നതും ബംഗാളികളാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ആദ്യം മുതലേ ഇതിന് പ്രിവെൻഷനായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ തടച്ചു നിർത്താനായിട്ടുള്ള നിരവധി ആശയങ്ങൾ അവർ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ സംഭാവന ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആദ്യകാല നേതാക്കന്മാർ ആദ്യകാല ആശയങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് ബംഗാളിൽ നിന്നായിരുന്നു. അപ്പോൾ ബംഗാളിൽ നിന്നായിരുന്നു ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ആവശ്യമായ ആദ്യകാല ആശയങ്ങളും ആദ്യകാല നേതാക്കന്മാരും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബംഗാളിനെ വിളിക്കാറുള്ളത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നഴ്സറി എന്നാണ്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നഴ്സറി എന്നായിരുന്നു നമ്മൾ ആരെ വിളിക്കുന്നത്? ബംഗാളിനെ വിളിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നഴ്സറി എന്നായിരുന്നു നമ്മൾ ആരെ വിളിക്കുന്നത്? ബംഗാളിനെ വിളിച്ചിരുന്നത്. അങ്ങനെ അന്നു മുതലേ ബ്രിട്ടീഷുകാർ ആധിപത്യമുറപ്പിക്കുകയും അവരുടെ കച്ചവട താവളങ്ങൾ ധാരാളമായി പടുതുയർത്തിയ ആ ബംഗാളിൽ തന്നെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഈ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയത്തിൻ്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത്. അത് ആദ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത്, അതായത് ഈ ബംഗാൾ വിഭജന നടപടി ആദ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത് 1905 ജൂലൈ 20-ന് 1905 ജൂലൈ 20-ന് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജന നടപടി പ്രഖ്യാപിക്കുന്നത്.
ഓക്കെ, എന്തു പറഞ്ഞു കഴ്സൺ? ഭരണപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഈ ബംഗാൾ പ്രവിശ്യയെ ഒന്ന് വിഭജിക്കേണ്ടതായിട്ടുണ്ട്. ഭരണപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബംഗാൾ പ്രവിശ്യയെ ഞങ്ങൾ രണ്ടായി മുറിക്കാൻ പോകുന്നു എന്ന് ആര് പ്രഖ്യാപിച്ചു? കഴ്സൺ പ്രഭു പ്രഖ്യാപിച്ചു. അന്ന് കഴ്സൺ പ്രഭു അതിനൊരു ന്യായം പറഞ്ഞത് ഭരണപരമായ ചില സൗകര്യത്തിന് വേണ്ടിയാണ് ബംഗാളിനെ മുറിക്കുന്നത് എന്നായിരുന്നു കഴ്സൺ പറഞ്ഞ ഒരു ന്യായീകരണം. എന്നാൽ ഇന്ത്യയിലെ ആദ്യകാല ദേശീയ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും ബംഗാളികളായിരുന്നതിനാൽ ബംഗാളികളായിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല നേതാക്കന്മാർക്കും ബ്രിട്ടീഷുകാരൻ്റെ തലയിൽ ജനിച്ചിരിക്കുന്ന കുതന്ത്രം മനസ്സിലായി. യഥാർത്ഥ ഉദ്ദേശം ബംഗാളിൽ ബഹുഭൂരിപക്ഷമുള്ള ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു വിഭാഗ്യത ഉണ്ടാക്കുക എന്നതാണ് ബ്രിട്ടീഷുകാരൻ്റെ കുതന്ത്രം എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നേതാക്കൾക്ക് മനസ്സിലായി. അവർ ചിന്തിച്ചു, ഇത് ഭരണപരമായ സൗകര്യത്തിനൊന്നുമല്ല, നമ്മൾ ബംഗാളികളിൽ ബഹുഭൂരിപക്ഷമുള്ള ഹിന്ദു മുസ്ലിം ജനതയെ ഭിന്നിപ്പിച്ച് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചൊതുക്കാനുള്ള ബ്രിട്ടീഷുകാരൻ്റെ കുതന്ത്രത്തിൽ ജനിച്ചിരിക്കുന്നതാണ് ഈ നടപടിയെന്ന് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അവര് പറഞ്ഞു, വേണ്ട, ബംഗാളിനെ ആരും വിഭജിക്കണ്ട, ഞങ്ങളിവിടെ സാഹോദര്യ മൂല്യത്തോടെ ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ നിങ്ങളുടെ കുതന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കണ്ട എന്ന് കൃത്യമായി അന്നത്തെ ദേശീയ നേതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു ഞങ്ങൾ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ബംഗാളിനെ 2 ഭാഗങ്ങളായി മുറിക്കുന്നു എന്ന് പറയുകയും അത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയത്തിൻ്റെ ഒരു പ്രധാന ഉദാഹരണമായി കണ്ടെത്തപ്പെട്ടു. ഭിന്നിപ്പിച്ചു ഭരിക്കുക. ആരെ ഭിന്നിപ്പിച്ചു ഭരിക്കുക? ബംഗാളിൽ ബഹുഭൂരിപക്ഷമുള്ള ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളെ എന്തു ചെയ്യുന്നു? ഭിന്നിപ്പിക്കുന്നു. അങ്ങനെ ബംഗാളിനെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബംഗാളിനെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ 2 പ്രധാന ഭാഗങ്ങളായിട്ടാണ് രാജ്യം വിഭജിക്കപ്പെടുന്നത്. ഒന്ന് കിഴക്കൻ ബംഗാൾ, അതായത് ഇന്നത്തെ ഇന്ത്യയിലെ നമ്മുടെ ആസാമും ഇന്നത്തെ ഇന്ത്യക്ക് സമീപമുള്ള ബംഗ്ലാദേശ് മേഖലകളും ചേരുന്നതായിരുന്നു കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത്. കിഴക്കൻ ബംഗാൾ. അടുത്തത് ഇന്നത്തെ നമ്മളുടെ ബീഹാറും വെസ്റ്റ് ബംഗാളും ഒഡീഷയുടെ ഭാഗങ്ങളും ചേരുന്നതായിരുന്നു പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത്. ഓക്കെ, പടിഞ്ഞാറൻ ബംഗാൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഓർത്തിരുന്നോണം കേട്ടോ. പടിഞ്ഞാറൻ ബംഗാളിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്? ഇന്നത്തെ ഇന്ത്യയിൽ കാണുന്ന ബീഹാറും വെസ്റ്റ് ബംഗാളും ഒഡീഷയും ഒക്കെ അടങ്ങുന്ന പ്രദേശമായിരുന്നു പടിഞ്ഞാറൻ ബംഗാൾ. അപ്പോൾ ബംഗാളിനെ മുറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ 2 ഭാഗങ്ങളായിട്ടായിരിക്കും മുറിവുണ്ടാവുക. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയത്തിൻ്റെ ഒരു നമ്പറാണെന്ന് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾക്ക് അപ്പോൾ തന്നെ ഇത് മനസ്സിലായി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഈ നടപടിയെ എതിർക്കാൻ വേണ്ടി 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം പുതിയൊരു സമരാശയം ആഹ്വാനം ചെയ്തു. ആ സമരാശയമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ സമരാശയമാണെന്ത്? സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതി കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന ഐതിഹാസികമായിട്ടുള്ള ഒരു ജനകീയ യോഗത്തിൽ വെച്ച് ബംഗാൾ വിഭജന നടപടിയെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ആവിഷ്കരിച്ച ഒരു പുതിയ സമരരീതിയായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1905 ഓഗസ്റ്റ് 7-നാണ്. അപ്പോൾ എന്താണ് സ്വദേശി പ്രസ്ഥാനം പറയുന്നത്? സ്വദേശി പ്രസ്ഥാനം എന്താശയമാണ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്? ഇതാണ് നമുക്കിനി അടുത്തതായി അറിയേണ്ടത്, അല്ലേ? അപ്പോൾ സ്വദേശി പ്രസ്ഥാനം പറയുന്നു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ സ്വദേശീയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശീയ ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. വിദേശ വസ്തുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശീയ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനം. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? വിദേശ വസ്തുക്കൾ നമ്മൾ അപ്പാടെ ബഹിഷ്കരിച്ചിട്ട് നമ്മുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു.
അതുവഴി ബ്രിട്ടനെ ഒരു സാമ്പത്തിക പ്രതിരോധത്തിലെത്തിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു അന്നത്തെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഈ സമരത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വഴി എന്ത് ചെയ്യുക, ബ്രിട്ടനെ സാമ്പത്തിക പ്രതിരോധത്തിലാവുകയും അതുവഴി അവരെ കൊണ്ട് റീതിങ്ക് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെ ഈ ഒരു സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണല്ലോ ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അതുകൊണ്ട് ഈ ഓഗസ്റ്റ് 7 എന്ന് പറയുന്ന ഈ ഒരു വർഷം, ഓഗസ്റ്റ് 7 എന്ന് പറയുന്ന ഈ ഒരു വർഷം 2015 മുതൽ ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനമായി ആചരിക്കപ്പെട്ടു. ഏതിൻ്റെ? ഈ സ്വദേശി പ്രസ്ഥാനത്തിനോടുള്ള അനുസ്മരണാർത്ഥം 2015 മുതൽ ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഓഗസ്റ്റ് 7. മറക്കരുത്. അപ്പോൾ അങ്ങനെ ബംഗാൾ വിഭജന നടപടി പ്രഖ്യാപനം നടത്തിയത് 1905 ജൂലൈ 20 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ആഹ്വാനം ചെയ്തൊരു പുതിയ സമരമായിരുന്നു എന്ത്? സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജന നടപടിയെ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ആഹ്വാനം ചെയ്ത ഒരു പരിപാടിയായിരുന്നു എന്ത്? ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശീയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ സമരത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത്. സുരേന്ദ്രനാഥ ബാനർജി ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സംഘാടകൻ എന്ന് പറയുന്നത്. സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു എന്ത്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സംഘാടകൻ എന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സംഘാടകൻ എന്ന് പറയുന്നത് ആരായിരുന്നു? സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു. ക്ലിയർ? അങ്ങനെ 1905 ജൂലൈ 20 ഇങ്ങനെ ഒരു പ്രഖ്യാപനം, എന്ത്? ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തി കഴ്സൺ പ്രഭു പെൻഷനായി. പ്രഖ്യാപനം നടത്തിയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അങ്ങ് പെൻഷനായിപ്പോയി. പുള്ളിക്കാരൻ അങ്ങ് പെൻഷൻ ആവുകയും 1905 ഒക്ടോബർ 16 കഴ്സൺ പ്രഭു വിരമിക്കുകയും പിന്നീട് ഇന്ത്യയുടെ വൈസ്രോയി ആയി വന്ന മിൻറ്റോ രണ്ടാമനാണ് ബംഗാൾ വിഭജന നടപടി ഔദ്യോഗികമായി നടപ്പിലാക്കുന്നത്. 1905 ഒക്ടോബർ 16 ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ രണ്ടാമനാണെന്ത്? ബംഗാൾ വിഭജന നടപടി ഔദ്യോഗികമായി നടപ്പിലാക്കിയത്. അങ്ങനെ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജന നടപടി ഔദ്യോഗികമായി നടപ്പിലാക്കിയ ആ ദിനം ബംഗാളിൽ വിലാപ ദിനമായി ആഹ്വാനം ചെയ്യപ്പെട്ടു. ബംഗാളിലാകമാനം ആ ദിനത്തെ, അതായത് ബംഗാൾ വിഭജന നടപടി നടപ്പിലാക്കിയ ദിനത്തെ വിലാപ ദിനമായി കണക്കാക്കുകയും ആ ദിനത്തെ രക്ഷാബന്ധൻ ദിനമായി കണക്കാക്കാൻ ആരാഹ്വാനവും നടത്തി? രവീന്ദ്രനാഥ് ടാഗോർ ആഹ്വാനവും നടത്തി. അതായത് എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ബ്രിട്ടീഷ് സർക്കാർ നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്ക് ആവുകയില്ല. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ടറകൾ. ആ അറയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ഓരോ ബംഗാളിയുടെയും സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ആയതിനാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഈ കുതന്ത്രത്തിന് മുന്നിൽ നമുക്കുള്ളിൽ നിലനിൽക്കുന്ന നമ്മളുടെ മതസഹിഷ്ണുതകൾ, നമ്മളുടെ മതമൂല്യങ്ങൾ, നമ്മുടെ മതതുല്യതകൾ നഷ്ടപ്പെടുത്താതെ എൻ്റെ ഹിന്ദു സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ ഹിന്ദു സഹോദരങ്ങളുടെയും കൈത്തണ്ടകളിൽ രാഖികൾ അണിയിച്ചുകൊണ്ട് നമ്മളുടെ സാഹോദര്യ മൂല്യത്തിൻ്റെ ഒരു പ്രാധാന്യം ബ്രിട്ടീഷ് സർക്കാരിന് നിങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നൊരു ആഹ്വാനം ആര് നടത്തിയിട്ടുണ്ട്? നമ്മളുടെ ടാഗോർ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു?
ബ്രിട്ടീഷ് സർക്കാർ നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്ക് ആവുകയില്ല. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ടറകൾ. ആ അറയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ഓരോ ബംഗാളിയുടെയും സിരകളിലൂടെ ഒഴുകുന്നത്. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട ബംഗാളികളായ ഹിന്ദു മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ പരസ്പരം കൈത്തണ്ടകളിൽ രാഖികൾ അണിയിച്ചുകൊണ്ട് നമ്മുടെ സാഹോദര്യ മൂല്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനത്തെ രക്ഷാബന്ധൻ ദിനമായി പ്രഖ്യാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറുമായിരുന്നു. അങ്ങനെ എന്തായാലും 1905 ഒക്ടോബർ 16 അന്ന് പിന്നീട് ഇന്ത്യയുടെ വൈസ്രോയിയായി വന്ന മിൻറ്റോ രണ്ടാമനാണ് ബംഗാൾ വിഭജന നടപടി ഇന്ത്യയിൽ ഔദ്യോഗികമായി നടപ്പിലാക്കിയത്. അങ്ങനെ ബംഗാൾ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടു. ഒന്ന് കിഴക്കൻ ബംഗാൾ. കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനമായിരുന്നത് ഇന്നത്തെ നമ്മളുടെ ബംഗ്ലാദേശിൻ്റെ, അന്നത്തെ കിഴക്കൻ ബംഗാളിലെ തന്നെ ധാക്കയായിരുന്നു കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനം ധാക്കയും പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയുമായിരുന്നു. ഓക്കെ, കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനം ധാക്കയും പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ആസ്ഥാനം കൽക്കട്ടയുമായിരുന്നു. ധാക്ക കൽക്കട്ട. കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനം ധാക്കയും പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ആസ്ഥാനം കൽക്കട്ടയുമായിരുന്നു, മറക്കരുത്. പടിഞ്ഞാറൻ ബംഗാളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ എന്നിവയായിരുന്നുവെങ്കിൽ കിഴക്കൻ ബംഗാളിൽ ഇന്നത്തെ ആസാമും ബംഗ്ലാദേശും അടങ്ങുന്നതായിരുന്നു കിഴക്കൻ ബംഗാൾ. കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനം ധാക്കയായിരുന്നുവെങ്കിൽ പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ആസ്ഥാനം കൽക്കട്ടയുമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാന നഗരം കൂടിയാണേത്, കൽക്കട്ട എന്നുള്ളത്. അതുകൊണ്ട് വലിയ പ്രാധാന്യമുള്ളൊരു നഗരം ലഭിച്ചത് പടിഞ്ഞാറൻ ബംഗാളുകാർക്കാണ്, കൽക്കട്ട. കിഴക്കൻ ബംഗാളുകാർക്ക് ആസ്ഥാനമായി വരുന്നത് ധാക്കയായിരുന്നു. വലിയ രീതിയിൽ വികസനങ്ങളൊന്നും എത്താതെ, എന്നാൽ അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ ധാരാളമായി ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കൊണ്ട് പോവുകയും ചെയ്തിരുന്നൊരു പ്രദേശമായിരുന്നു കിഴക്കൻ ബംഗാൾ എന്നുള്ളത്. അങ്ങനെ ഈ കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളിലും 2 തലസ്ഥാനങ്ങളോടുകൂടിയ ബംഗാൾ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്താ? അവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. അതുവഴി എന്ത് ചെയ്യുക? ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ അശക്തമാക്കുക എന്നതായിരുന്നു ആരുടെ ഉദ്ദേശം? ബ്രിട്ടീഷുകാരുടെ പ്രധാന ഉദ്ദേശം. ദാ നോക്കി, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്ന പ്രൊവിൻസ് അല്ലെങ്കിൽ ബംഗാൾ പ്രൊവിൻസ് എന്ന് പറയുന്നത്. 2 മേഖലകളായി ദാ കിടക്കുന്നു, കണ്ടോ? ഇവിടെയായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബീഹാർ, ഒറീസ, അതുപോലെ ഈ കിടക്കുന്ന പ്രൊവിൻസ് ഓഫ് ബംഗാൾ, അതാണ് വെസ്റ്റ് ബംഗാൾ. ഇതായിരുന്നു എൻ്റെ തലസ്ഥാനം കൽക്കട്ട. അതുപോലെ പ്രൊവിൻസ് ഓഫ് ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം കിടക്കുന്നു, കണ്ടോ? ആസാമും ഈസ്റ്റ് ബംഗാൾ, അതായത് ഇന്നത്തെ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങളും ഒക്കെ അടങ്ങുന്നതായിരുന്നു എന്ത്? പഴയ കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതായിരുന്നു ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നോക്കൂ നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. 1905 ജൂലൈ 20 നമ്മുടെ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജന നടപടി പ്രഖ്യാപിച്ചത്. 1905 ഓഗസ്റ്റ് 7 ബംഗാൾ വിഭജന നടപടിയെ എതിർത്തുകൊണ്ട് എന്താരംഭിച്ചു? സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അതേപോലെ തന്നെ 1905 ഒക്ടോബർ 16 പിന്നീട്, അതായത് കഴ്സൺ പ്രഭു പെൻഷനായതിനെ തുടർന്ന് പിന്നീട് അധികാരത്തിൽ വന്ന മിൻറ്റോ രണ്ടാമനാണ് ഈ പറയുന്ന ബംഗാൾ വിഭജന നടപടി ഔദ്യോഗികമായി നടപ്പിലാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ച് നോക്കിയാൽ നോക്കൂ, 1905 അല്ലേ ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ്? 1905 നടന്നതാണ് ബംഗാൾ വിഭജനവും അതിനെ തുടർന്ന് നടന്ന സംഭവമായിരുന്നു, അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു എന്ത്? സ്വദേശി പ്രസ്ഥാനവും രൂപീകരിക്കപ്പെട്ടു. എന്നാ 1905. അപ്പോൾ നോക്കിയേ, ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക്
അവരുടെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്ത് നടന്നത്, ബംഗാൾ വിഭജന നടപടി ബ്രിട്ടീഷുകാർ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ബംഗാൾ വിഭജന നടപടിയിലൂടെ 1905 ബംഗാൾ വിഭജനം ഔദ്യോഗികമായി ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിനെതിരെ സ്വദേശി പ്രസ്ഥാനവും ആരംഭിച്ചു. ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിരവധി ദേശീയ സംഘടനകളും സംവിധാനങ്ങളും രൂപപ്പെട്ടും തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1906 എന്ത് രൂപീകൃതമാകുന്നത്, അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത്. അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പൊതുസംഘടനയായിരുന്നു. ആ സംഘടന കൂടാതെ മറ്റൊരു പ്രസ്ഥാനം ഇവിടെ 1906 രൂപീകൃതമായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താ അത്? അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായി എന്ന് നമ്മൾ പറയുന്നു. അഖിലേന്ത്യ മുസ്ലിം ലീഗ് ഇവിടെ രൂപീകൃതമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ബംഗാൾ വിഭജന നടപടി കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചൊരു ലാഭം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 1906 മുസ്ലിം ലീഗ് തന്നെയാണ് അതിനകത്ത് ലഭിച്ചൊരു ലാഭം. നമുക്കതെന്താണെന്ന് നോക്കാം. ഒരു ദിവസം രാവിലെ വന്ന് കഴ്സൺ പ്രഭു പറഞ്ഞതുകൊണ്ടൊന്നും അവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യമൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അപ്പോൾ എങ്ങനെ ആ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഇല്ലാതാക്കും? അതിന് ഉള്ളൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? കൽക്കട്ടയായിരുന്നു. ശരിയല്ലേ? പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ചിത്രത്തിലേക്ക് നോക്കിക്കോ, എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ അന്ന് ഈ കൽക്കട്ടയ്ക്ക് ചുറ്റുമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടറികൾ, മില്ലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇവയെല്ലാം ലൊക്കേറ്റ് ചെയ്തിരുന്നത് ഈ കൽക്കട്ടയ്ക്ക് ചുറ്റുമായിരുന്നു. പ്രധാനപ്പെട്ട ഫാക്ടറികൾ, മില്ലുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? കൽക്കട്ടയ്ക്ക് ചുറ്റുമായിരുന്നു. കൽക്കട്ട ഏത് പ്രദേശത്താണ്? പടിഞ്ഞാറൻ ബംഗാളിലാണ്. എന്നാൽ ഈ കിഴക്കൻ ബംഗാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കിഴക്കൻ ബംഗാളിൽ വേണ്ടുന്നത്ര സർവകലാശാലകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഫാക്ടറികളോ മില്ലുകളോ ഒന്നും എവിടെ ഇല്ല? കിഴക്കൻ ബംഗാളിലില്ല. എന്നാൽ കിഴക്കൻ ബംഗാളിൽ ബഹുഭൂരിപക്ഷമുള്ളത് ഏത് മതവിഭാഗക്കാരായിരുന്നു? മുസ്ലിം വിഭാഗങ്ങളായിരുന്നു. കിഴക്കൻ ബംഗാളിൽ ബഹുഭൂരിപക്ഷമുള്ളത് മുസ്ലിം വിഭാഗങ്ങളും പടിഞ്ഞാറൻ ബംഗാളിൽ ബഹുഭൂരിപക്ഷമുള്ളത് ഹിന്ദു വിഭാഗങ്ങളുമാണ്. ഇന്നത്തെ ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ നമ്മുടെ അയൽ രാജ്യത്ത് ഈ പറയുന്ന കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയായിട്ട് ഇപ്പോൾ എന്ത് കിടപ്പുണ്ട്? ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം കിടക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ എന്താണ്? അവിടെ മുസ്ലിം ഭൂരിപക്ഷം കൂടിയ മേഖലയായിരുന്നു. പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷം കൂടിയ മേഖലയായിരുന്നു. ഹിന്ദു ഭൂരിപക്ഷം കൂടിയ പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ആസ്ഥാനമായ കൽക്കട്ടയ്ക്ക് ചുറ്റുമായിരുന്നു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, മില്ലുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഫാക്ടറികൾ എല്ലാം ഉണ്ടായിരുന്നത് കൽക്കട്ടയ്ക്ക് ചുറ്റുമാണ്. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കിഴക്കൻ ബംഗാൾ വികസിതമായിരുന്നില്ല. അതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷേ വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാരുടെ ഒരു തേയില ഫാക്ടറി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കൂ. ബ്രിട്ടീഷുകാർക്കൊരു തേയില ഫാക്ടറി എവിടെ പ്രവർത്തിക്കുന്നു? കൽക്കട്ടയിൽ പ്രവർത്തിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഒരു തേയില ഫാക്ടറിയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ തേയില ഫാക്ടറിയിൽ അവിടെ തേയില ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞാൽ തേയിലയാണ്. തേയില എവിടെ ഇല്ല? കൽക്കട്ടയിലുണ്ടോ? ഇല്ല. തേയില ധാരാളമായി ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന് ഈ ആസം മേഖലയിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ധാരാളം തേയിലത്തോട്ടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഏത്? അസം. അവിടുത്തെ ജനതയെ ഉപയോഗിച്ചുകൊണ്ട്, അവിടുത്തെ തോട്ടം തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അവിടെ ധാരാളമായി തേയില ഉൽപ്പാദിപ്പിക്കുകയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയില അവിടെ നിന്നും വിളവെടുത്ത് നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ഈ പറയുന്ന പടിഞ്ഞാറൻ ബംഗാളിലെ ബ്രിട്ടീഷുകാരുടെ തേയില ഫാക്ടറിയിൽ കൊണ്ടുവരുമെന്ന് വെച്ചു. ആ തേയില ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി. ആ ഉൽപ്പന്നത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മുഴുവൻ ഈ പടിഞ്ഞാറൻ ബംഗാളിൻ്റെ വികസനത്തിന് മാത്രമായി ഉപയോഗിക്കുന്നു. അപ്പോൾ കിഴക്കൻ ബംഗാളുകാർക്ക് അത് ഇഷ്ടപ്പെടുമോ? സ്വാഭാവികമായി ഇഷ്ടപ്പെടില്ലല്ലോ. അവരുടെ വിഭവങ്ങൾ ശേഖരിച്ച് ഈ പറയുന്ന പടിഞ്ഞാറൻ ബംഗാളിൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങൾ മുഴുവൻ പടിഞ്ഞാറൻ ബംഗാളിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നു. കിഴക്കൻ ബംഗാളിന് ഒന്നും തന്നെ തരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ വിചാരിച്ചു, നമ്മളെ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ല. ഇന്ത്യയുടെ പൊതുസംഘടന എന്ന് പറയുന്നെങ്കിലും INC-യിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടുന്ന പ്രാധാന്യവും തരുന്നില്ല. അങ്ങനെ ഈ രണ്ട് ഒരു ചിന്ത ഈ പറയുന്ന മുസ്ലിം വിഭാഗങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് തോന്നി, അവർക്കൊരു സ്വതന്ത്ര സംഘടന ഉണ്ടാക്കിയാൽ അതൊരു തെറ്റല്ല.
അവർക്കൊരു സ്വതന്ത്ര സംഘടന ഉണ്ടാക്കണമെന്ന് ആർക്ക് തോന്നി? ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് തോന്നി. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്? 1906 അവരെന്ത് ചെയ്യുകയാണ്? 1906 അവർ പോയിട്ട് എന്ത് ചെയ്യുന്നു? അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ മിൻറ്റോ രണ്ടാമനാണ്. ശരിയല്ലേ? മിൻറ്റോ രണ്ടാമനായില്ലായിരുന്നോ? ആയി. അപ്പോൾ ഈ മിൻറ്റോ രണ്ടാമനെ ചെന്ന് കാണാനായിട്ട് ഒരു സംഘം മുസ്ലിം മത നേതാക്കൾ തീരുമാനിക്കുകയാണ്. അതിൽ പ്രധാനിയായിരുന്നു ആര്? ആഗാ ഖാൻ. ആരായിരുന്നു? ആഗാ ഖാൻ. ഈ ആഗാ ഖാൻ എന്ന മത നേതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ രണ്ടാമനെ ചെന്ന് കാണാൻ പോകുന്നു. എവിടെ? അറ്റ് ഷിംല. എവിടെയാണ്? അറ്റ് ഷിംല. എവിടെ ചെന്ന് കാണുന്നു? ഷിംലയിൽ ചെന്ന് കാണുന്നു. മിൻറ്റോ രണ്ടാമൻ എവിടെയാണ് ഉള്ളതപ്പോൾ? മിൻറ്റോ രണ്ടാമൻ ഉണ്ടായിരുന്നത് ഷിംലയിലാണ്. അങ്ങനെ ഷിംലയിൽ ഉണ്ടായിരിക്കുന്ന ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ രണ്ടാമനെ കാണാനായിട്ട് മുസ്ലിം മത നേതാവായ ആഗാ ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു? ഷിംലയിലേക്ക് പോകുന്നു. എന്നാ പോകുന്നേ? 1906 ഒക്ടോബർ 1. 1906 ഒക്ടോബർ 1. 1906 ഒക്ടോബർ 1. ഈ സന്ദർശനത്തെ നമ്മൾ പൊതുവെ ചരിത്രത്തിൽ വിളിക്കുന്നത് ഷിംല ഡെപ്യൂട്ടേഷൻ എന്നാണ്. ഷിംല ഡെപ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. ഷിംല ഡെപ്യൂട്ടേഷൻ. ഷിംല ഡെപ്യൂട്ടേഷൻ പ്രകാരം എന്ത് സംഭവിക്കുകയാണ്? ആഗാ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മുസ്ലിം മത നേതാക്കൾ നേരെ ചെന്ന് ആരെ കണ്ടു? മിൻറ്റോ രണ്ടാമനെ ചെന്ന് കണ്ടു. ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ രണ്ടാമനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ വേണ്ടുന്ന പ്രാധാന്യം ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ആയതിനാൽ ഞങ്ങളൊരു സ്വതന്ത്ര സംഘടന എന്ന സംവിധാനത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനാ സംവിധാനമാകുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഞങ്ങളോടുള്ള പിണക്കൊക്കെ ഒന്ന് മാറ്റണം. പകരം ഞങ്ങൾക്ക് മുസ്ലിം വിഭാഗങ്ങൾക്ക് എന്തു തരണം? ഒരു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കാൻ, ഞങ്ങളെയും ഭരണ പങ്കാളിത്തം കൊണ്ടുവരാൻ വേണ്ടി മുസ്ലിം വിഭാഗങ്ങൾക്ക് എന്തു തരണം? പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ തരണമെന്ന് ഒരാവശ്യം ആര് പറഞ്ഞു? നമ്മുടെ മുസ്ലിം മത നേതാക്കന്മാരായ ആഗാ ഖാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൊടുത്ത നിവേദനത്തിൽ പറഞ്ഞു. നിവേദനത്തിൽ എന്തു പറഞ്ഞു? മുസ്ലിം വിഭാഗങ്ങൾക്ക് നിങ്ങൾ എന്ത് തരണം? പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ തരണം. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഒരു പ്രഖ്യാപനവും ഒരു ആവശ്യവും നിവേദനത്തിലൂടെ മിൻറ്റോ രണ്ടാമൻ മനസ്സിലാക്കുകയും മിൻറ്റോ രണ്ടാമൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് സംഘടന ഉണ്ടാക്കണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഞാൻ സപ്പോർട്ട്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലവും ഭരണ പങ്കാളിത്തവും അല്ലേ വേണ്ടത്? ആ ഭരണത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നാൽ പോരെ? അതിനുള്ള വേണ്ടുന്ന നടപടികളെല്ലാം ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ മിൻറ്റോ രണ്ടാമനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കാര്യം മിൻറ്റോ രണ്ടാമൻ അറിയാം ഇത് കൊണ്ടുപോയി കൊടുത്ത് നിവേദനം വായിച്ചപ്പോൾ തന്നെ മിൻറ്റോ രണ്ടാമൻ്റെ കണ്ണുകളിൽ നമ്മുടെ ബ്രിട്ടാനിയ പരസ്യത്തിൽ കാണുന്നത് പോലെ ടൺ ടൺ ടടങ് എന്നുള്ള ശബ്ദമായിരിക്കും വന്നിട്ടുണ്ടാവുക. കാര്യം എന്താ? ഉദ്ദേശിച്ച ലക്ഷ്യം നടന്നു. INC-യിൽ നിന്നും സമാന്തരമായൊരു സംഘടനാ സംവിധാനം ഇന്ത്യയിൽ വരാൻ പോകുന്നു. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് വരാൻ പോകുന്നു. വരട്ടെ. അങ്ങനെ ഹിന്ദു മുസ്ലിങ്ങൾ അങ്ങ് അടിച്ചു പിരിഞ്ഞു പൊക്കോളും, രണ്ടായി പൊക്കോളും എന്ന് കണ്ട മിൻറ്റോ രണ്ടാമനിൽ നിന്നും ഒരു അനുകൂല മറുപടി ലഭിച്ചു. ഈ അനുകൂല മറുപടി ലഭിച്ച ഇവർ തിരിച്ചു വന്ന് 1906 ഡിസംബർ 30 ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചുകൊണ്ട് 1905 ഡിസംബർ 30 ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായ ധാക്കയിൽ വെച്ച് എന്ത് രൂപീകരിക്കുകയാണ്? ധാക്കയിൽ മുസ്ലിം ലീഗ് എന്ന സംഘടന ആരുടെയൊക്കെ നേതൃത്വത്തിൽ? ആഗാ ഖാൻ, അതേപോലെ തന്നെ ധാക്കയുടെ നവാബായിരുന്ന നവാബ് സലീമുള്ള, അതേപോലെ തന്നെ മറ്റൊരു മത നേതാവായ മൊഹസിൻ ഉൾ ഹക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ 1906 ഡിസംബർ 30 ബംഗ്ലാദേശിലെ അന്നത്തെ കിഴക്കൻ ബംഗാളിലെ ആസ്ഥാനമായിരുന്ന ധാക്ക കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ത് രൂപീകരിക്കപ്പെട്ടത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ
ശരിയായ ആസ്ഥാനം ലക്നൌവിലും അതിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവുമായിരുന്നു. അതിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവുമായിരുന്നു. അതാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. നോക്കൂ, 1906 ഒക്ടോബർ 1 ഷിംല ഡെപ്യൂട്ടേഷൻ എന്ന് ഞാൻ പറഞ്ഞ ആ കാര്യം നടന്നു അല്ലേ. അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ രണ്ടാമന് മതാടിസ്ഥാനത്തിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് അറിഞ്ഞുകൊണ്ടൊരു നിവേദനം കൊടുക്കുന്നു. ആരുടെ നേതൃത്വത്തിലായിരുന്നു അത് നിവേദനം കൊടുത്തത്? നമ്മുടെ ആഗാ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു നിവേദനം കൊടുത്തത്. ആർക്ക് കൊടുത്തു? മിൻറ്റോ രണ്ടാമനാണ് കൊടുത്തത്. ആർക്കാണ് കൊടുത്തത്? മിൻറ്റോ രണ്ടാമനാണ് കൊടുത്തത്. തുടർന്ന് ലഭിച്ച അനുവാദത്തെ തുടർന്ന് 1906 ഡിസംബർ 30 ധാക്കയിൽ ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹസിൻ ഉൽ ഹക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ എന്ത് രൂപീകരിക്കപ്പെട്ടു? മുസ്ലിം ലീഗ് എന്ന സംഘടന INCക്ക് സമാന്തരമായി രൂപീകരിക്കപ്പെട്ടു. മുസ്ലിം ലീഗ് എന്ന സംഘടന INCക്ക് സമാന്തരമായി രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ വന്ന മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനമായിരുന്നു ലക്നൗ. അതിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു ചന്ദ്രക്കലയും നക്ഷത്രവും. അതിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു ചന്ദ്രക്കലയും നക്ഷത്രവും എന്നത് ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു വിള്ളൽ ഏറ്റില്ലേ? ഏറ്റോ. എന്തുപറ്റി? INCയിൽ നിന്നും സമാന്തരമായി കൊണ്ട് മറ്റൊരു സംഘടനാ സംവിധാനം വരികയായിരുന്നു. ഏത്? മുസ്ലിം ലീഗ് എന്നൊരു സംഘടനാ സംവിധാനം വന്നു അല്ലേ. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 ഇൻസിഡൻറ്റ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. സൂറത്ത് വിഭജനം. സൂറത്ത് വിഭജനത്തിൽ എന്താ ഉണ്ടായേ? 1907 സൂറത്ത് വിഭജന പ്രകാരം INC പ്രവർത്തകർ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനമായിരുന്നു 1907 സൂറത്ത് വിഭജനം എന്ന് പറയുന്നത്. INCക്കകത്തുള്ള പ്രവർത്തകർ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞുപോയ സമ്മേളനമായിരുന്നു 1907 സൂറത്ത് വിഭജനം എന്ന് പറയുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മിതവാദികൾ എന്ന് പറയുന്ന സുപ്രധാനമായ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ മിതവാദികളുടെ പ്രധാനപ്പെട്ട നേതാവായി നമ്മൾ കാണുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്. അതേപോലെ തന്നെ ദാദാഭായി നവറോജിയുണ്ട്. അതുപോലെ ബദറുദ്ദീൻ ത്യാബ്ജിയുണ്ട്. അതേപോലെ തന്നെ ഫിറൂസ് ഷാ മേത്തയുണ്ട്. ഇവരൊക്കെ തന്നെ എന്താണ്? മിതവാദി നേതാക്കന്മാർക്ക് ഉദാഹരണമാണ്. എന്നാൽ തീവ്രദേശീയവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാന നേതാവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലാൽ ബാൽ പാലാണ് അല്ലേ. ലാൽ ബാൽ പാൽ ആരൊക്കെയത്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു എന്ത്? തീവ്രദേശീയവാദികൾ അല്ലെങ്കിൽ തീവ്രവാദി നേതാക്കന്മാരിൽ പ്രമുഖരെന്ന് പറയുന്നത്. അതിലൊരു പ്രധാനിയനായിരുന്നു ആര്? ബാലഗംഗാധര തിലകായിരുന്നു അതിൽ പ്രധാനിയനായ മനുഷ്യൻ എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലകനായിരുന്നു അതിലെ പ്രധാനിയൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1907 അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് മിതവാദികളും തീവ്രവാദികളും അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് രണ്ടായി പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ശക്തമാകുകയാണോ അശക്തമാവുകയാണോ ഇപ്പോഴും? അപ്പോൾ വീണ്ടും ആൾ കുറയുകയാണ് അല്ലേ. അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന ഒരു പ്രധാന സംഘടനയാണ് INC എന്നുണ്ടെങ്കിൽ ഇതൊരു ബോക്സാണ്. ഈ ഒരു ബോക്സിൽ ഈ കാണുന്നത് INC ആണെന്ന് നിങ്ങൾ വെച്ചോ. ഈ INCയിൽ നിന്നും എന്ത് സംഭവിച്ചു? 1906 INCയിൽ നിന്നും മറ്റൊരു സംഘടനാ സംവിധാനമായ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. തൊട്ടടുത്ത വർഷത്തേക്ക് വരുമ്പോഴോ ഈ പറയുന്ന INCയിൽ നിന്നും മറ്റൊരു പക്ഷം ഇറങ്ങിപ്പോയി, രണ്ടായി പോയി. 1907 എന്തുണ്ടായി? സൂറത്ത് സ്പ്ലിറ്റ് വഴി മോഡറേറ്റുകൾ, എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ മിതവാദികളും അതേപോലെ തന്നെ തീവ്രവാദികളും എന്തായി? രണ്ടായി പോയി. അപ്പോൾ INCയെ സംബന്ധിച്ചിടത്തോളം INC എന്ത് ചെയ്യുകയാണ്? അശക്തമായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ വേറൊരു സൂത്രപ്പണി കൂടി കാണിച്ചു. അതായത് ഈ തീവ്രദേശീയവാദികൾ പ്രത്യേകം പോവുകയും അവരൊരു സ്വതന്ത്ര രീതി ഇന്ത്യയിൽ അവലംബിച്ചു.
അതിൽ പ്രധാനികളായിരുന്ന ഈ ബാലഗംഗാധര തിലകൻ തൻ്റെ കേസരി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ചില ലേഖനങ്ങളൊക്കെ എഴുതി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ നയങ്ങൾ ഇന്ത്യൻ ജനതയിൽ ആശയപരമായി എത്തിക്കാനായിട്ട് വലിയ രീതിയിലുള്ള സംഭാവന ആര് നടത്തി? ബാലഗംഗാധര തിലകൻ നടത്തുന്നുണ്ട്. അങ്ങനെ തുടർന്ന് 1908 തീവ്ര ദേശീയവാദികളുടെ പ്രധാന നേതാവായ ബാലഗംഗാധര തിലകനെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, കഠിന തടവിന് ശിക്ഷിച്ചു. ബാലഗംഗാധര തിലകൻ്റെ അറസ്റ്റ് നടന്നതെന്നാണ്. അപ്പോൾ 1908 ബാലഗംഗാധര തിലകൻ്റെ അറസ്റ്റ് നടക്കുകയും അദ്ദേഹത്തെ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. അങ്ങനെ തീവ്ര ദേശീയവാദികളുടെ പ്രധാന വക്താവായ ബാലഗംഗാധര തിലകനെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് 6 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ബർമയിലെ ജയിലിലാണ് അദ്ദേഹത്തെ ഇടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി? ജയിലിൽ കൊണ്ടുപോയതിന് ശേഷം 1909 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മുസ്ലിങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ തീരുമാനിച്ചു. എന്താണ് മുസ്ലിങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി തീരുമാനിച്ചു? മുസ്ലിങ്ങൾ എന്താ ആവശ്യപ്പെട്ടെ? ഷിംല ഡെപ്യൂട്ടേഷൻ വഴി അവരെന്താ ആവശ്യപ്പെട്ടെ? തങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ തരണമെന്നതാണ്. 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. എന്ത് ചെയ്തു? പ്രഖ്യാപിക്കപ്പെട്ടു. 1906 മുസ്ലിങ്ങൾ ഷിംല ഡെപ്യൂട്ടേഷൻ വഴി ചോദിച്ചത് ഞങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം തരുമോ എന്നാണ്. 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്താണ് ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിലുണ്ടാക്കിയ മാറ്റം? പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ഏകദേശം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും പക്ഷേ എന്നാൽ അതേ സമയത്ത് സ്വദേശി പ്രസ്ഥാനം ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ 1911 ബ്രിട്ടീഷ് ഭരണാധികാരിയായ ജോർജ് അഞ്ചാമൻ ഡൽഹി ദർബാറിൽ വെച്ചിട്ട് ബംഗാൾ വിഭജന നടപടി റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. 1911 ജോർജ് അഞ്ചാമൻ ഡൽഹി ദർബാറിൽ വെച്ച് ബംഗാൾ വിഭജന നടപടി റദ്ദാക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഹാർഡിഞ്ച് രണ്ടാമനായിരുന്നു. ഈ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത്. ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമനും ആയിരുന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൻ്റെ ഒരു ചട്ടക്കൂടിലാണ് വന്നത്. 905, 6, 7, 8, 9 അതേപോലെ തന്നെ 11 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും ക്രൂഷ്യലും പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യവും ക്ലാസ്സും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ LDC 2027 വരാൻ പോവുകയാണ്. നല്ലൊരു തയ്യാറെടുപ്പ് നടത്തേണ്ട സമയമാണ്. ഈ നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ട സമയത്ത് LDC 2027ലേക്ക് നല്ലൊരു തയ്യാറെടുപ്പ് നടത്തേണ്ട സമയത്ത് നമുക്ക് നല്ലൊരു തീരുമാനം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നല്ല അവസരങ്ങളാണ് ആവശ്യം. അപ്പോൾ LDC 2027ലേക്കുള്ള നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മളുടെ ഒരു പുതിയ സ്കോളർഷിപ്പ് പ്രോഗ്രാം കടന്നു വന്നത്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആരും മിസ് ഔട്ട് ചെയ്യരുത്. LDCയുടെ 2027 അതുപോലെ തന്നെ നമുക്ക് ഇനിയും വരാനുള്ള ഒരുപാട് പരീക്ഷകളുണ്ടല്ലേ, LP UP അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും LDC 2027 ബാച്ച് നമ്മളുടെ ബാച്ചിലേക്കുള്ള ഒരു ബെസ്റ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. നന്നായി ഓരോ ക്ലാസ്സുകളും കാണുക, വ്യക്തമായി മനസ്സിലാക്കുക, നമ്മൾ നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷ കൃത്യമായി എഴുതുക. എല്ലാവർക്കും അവസരമുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത അല്ലേ. ആദ്യം വരുന്ന ആളെന്നോ രണ്ടാം വരുന്ന ആളെന്നോ ഒന്നല്ല, പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വരെ 10% ഡിസ്കൗണ്ട് വരെ കിട്ടുന്ന സ്കോളർഷിപ്പാണ് അല്ലേ. പരീക്ഷ എഴുതിയാൽ പോലും 10% ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ അത് മറക്കണ്ട. അതുപോലെ ആദ്യ റാങ്കുകാർക്കും അതുപോലെ രണ്ടാം ഘട്ട റാങ്കുകാർക്കും മൂന്നാം ഘട്ട റാങ്കുകാർക്കും അല്ലേ 100% സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് ഒരു ഇതുപോലും കൊടുക്കാതെ നിങ്ങൾക്ക് ബാച്ചിൽ ചേരാം. അതുപോലെ 50%, 25% അങ്ങനെയുള്ള പെർസെൻറ്റേജ് കണക്കിലാണ് നമ്മളുടെ ഓഫറുകൾ വരിക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് നമ്മുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ കാണുക. നമ്മുടെ ഗുരുവിയും അതുപോലെ തന്നെ നമ്മളുടെ ഫാരിസ് സാറും കൂടിയുള്ളൊരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കണ്ടിട്ട്
ഈ സ്കോളർഷിപ്പ് പരീക്ഷ കൃത്യമായി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സ്വദേശി പ്രസ്ഥാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ T12 സീരീസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഒരുപാടധികം അവസരങ്ങൾ തരുന്ന, ഒരു സർക്കാർ ഉദ്യോഗം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയാണ് നമ്മുടെ T12 സീരീസ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഓൾ കേരള റാങ്ക് നേടുന്നവർക്ക് സൈലം PSCയുടെ LDC 2027 കോഴ്സിലേക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളാണ് നമ്മുടെ ഓഫറായിട്ട് വരുന്നത്. അതായത് ഈ പറയുന്ന T12 സീരീസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്ലാസ്സുകളിൽ നിന്നും വരുന്ന സ്കോളർഷിപ്പ് എക്സാമിൽ ആദ്യത്തെ 1 മുതൽ 5 വരെ റാങ്ക് നേടുന്നവർക്ക് കംപ്ലീറ്റ് ഡിസ്കൗണ്ട്, അതായത് 100% ഡിസ്കൗണ്ട്, ₹1 പോലും നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട, നിങ്ങൾക്ക് സ്വന്തമായൊരു കോഴ്സ് ലഭിക്കും. 6 മുതൽ 10 വരെ റാങ്ക് ലഭിക്കുന്നവർക്ക് 50% ഡിസ്കൗണ്ടും, അതുപോലെ 11 മുതൽ 15 വരെ റാങ്ക് ലഭിക്കുന്നവർക്ക് 30% ഡിസ്കൗണ്ടും, 16 മുതൽ 20 വരെ റാങ്ക് ലഭിക്കുന്നവർക്ക് 20% ഡിസ്കൗണ്ടിൽ നമ്മുടെ കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കും ഓഫറുകളുണ്ട്. 10% നമ്മുടെ കോഴ്സ് ഫീസിൻ്റെ 10% നിങ്ങൾക്ക് ഓഫറായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ LDC 2027 ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഈ വരുന്ന ജൂൺ 17 സൈലത്തിൻ്റെ മുൻ റാങ്കുകളുടെ ചരിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ LDCയിൽ 5 ജില്ലകളിൽ 1ാം റാങ്ക് അടിച്ചുകൊണ്ട് ആദ്യത്തെ മുൻനിര റാങ്കുകൾ മൊത്തം സ്വന്തമാക്കിയവരായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മുടെ സൈലം PSCയിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന നമ്മുടെ LDC 2027 വരുന്ന LDC പരീക്ഷയിൽ ഇതേപോലെ നമ്മുടെ ഐക്കൺ സ്റ്റാറുകളാകാനായിട്ട് സ്റ്റാറുകളാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ കൂടി തയ്യാറാവുക. അപ്പോൾ നമ്മൾ LDC 2027 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 17 കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ₹1999. എൻക്വയറി നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ LPUP, അതുപോലെ LDCയെ പോലെ തന്നെ അതേസമയം വരുന്നൊരു ബാച്ചാണ് LPUP ദ്രോണ 3.0 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഫീസ് ₹3499. ഒരു വർഷമാണ് കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ക്ലാസ്സസ് തുടങ്ങുന്നത് ജൂൺ 10 കേട്ടോ. അപ്പോൾ LPUP റാങ്കുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ LPSA പരീക്ഷയിൽ ആദ്യത്തെ എല്ലാ ജില്ലകളിലും മുഴുവൻ റാങ്കുകളും സ്വന്തമാക്കി എന്നുള്ളൊരു പ്രത്യേകത സൈലത്തിനുണ്ട്. അതിലും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സിനെ ഇനിയും സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് സൈലം ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആരും ഈ ഒരു സെഷൻ പഠിക്കാതിരിക്കേണ്ട അവസരങ്ങൾ ഇനി എപ്പോഴും നമ്മളെ തേടി വരില്ല എന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്കിനി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ജോഡിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ 4 പ്രധാനപ്പെട്ട ജോഡികൾ പറഞ്ഞിരിക്കുന്നു. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ PC റേ, സ്വദേശി ബാന്ധവ് സമിതി CR ദാസ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് രവീന്ദ്രനാഥ് ടാഗോർ, ദേശീയ പാഠ്യപദ്ധതി SC മുഖർജി എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയാവുന്ന എത്ര പേരുണ്ട്? നമ്മൾ പഠിച്ചു വന്ന സ്വദേശി പ്രസ്ഥാനം എന്താണെന്നും എന്താണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്നുമുള്ളതും നമ്മൾ പറഞ്ഞു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശീയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ കാലത്തുണ്ടായ ചില സ്വദേശീയ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഒക്കെ നിരവധി തവണ പ്രീവിയസ് ഇയർലി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരെ എന്നൊക്കെയുള്ളത് നിരവധി തവണ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ആർക്കെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ, അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം? അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ നോക്കിയാൽ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിക്കുന്നത്, സ്വദേശി പ്രസ്ഥാന കാലത്ത് സ്ഥാപിക്കുന്നത് PC റേ തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിട്ടുണ്ട്. സ്വദേശി ബാന്ധവ് സമിതികൾ. സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചത് ശരിക്കും പറഞ്ഞാൽ ആരല്ല? CR ദാസ് അല്ല. സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിക്കുന്നത് അശ്വിനി കുമാർ ദത്തായിരുന്നു.
ദത്തായിരുന്നു ഈ പറയുന്ന സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചത്. എന്നാൽ സ്വദേശി പ്രസ്ഥാന കാലത്ത് CR ദാസും ഒരു സംഘടനാ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അത് സ്വദേശി മണ്ഡലി സംഘടന എന്നാണ്. സ്വദേശി മണ്ഡലി എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതായിരുന്നു ആര്? CR ദാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വദേശി ബാന്ധവ് സമിതി അശ്വനി കുമാർ ദത്തും സ്വദേശി മണ്ഡലി സ്ഥാപിക്കുന്നത് CR ദാസുമായിരുന്നു. അടുത്തത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. കുറേ തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ്. പക്ഷേ സ്ഥാപിച്ചത് ആരല്ല? രവീന്ദ്രനാഥ് ടാഗോർ അല്ല, അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്, രവീന്ദ്രനാഥ് ടാഗോർ അല്ല. സോ അതും എന്തായി? തെറ്റായി. ദേശീയ പാഠ്യപദ്ധതി സതീഷ് ചന്ദ്ര മുഖർജി. സ്വദേശി പ്രസ്ഥാന കാലത്ത് ദേശീയ പാഠ്യപദ്ധതി തയ്യാറാക്കിയത് സതീഷ് ചന്ദ്ര മുഖർജി തന്നെയാണ്. അപ്പോൾ ശരിയായ ജോഡി എന്നതായിരുന്നു നമ്മളുടെ ചോദ്യം. 1 and 4 ആണ് ഇവിടുത്തെ ആൻസർ. 1 and 4 ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ? അപ്പോൾ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറേയധികം സംഘടനകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കുറേയധികം സംഘടനകൾ. സ്വദേശി വസ്തുപ്രചരണി സഭ എന്ന് പറഞ്ഞൊന്നുണ്ട്. സ്വദേശി വസ്ത്രപ്രചരണി സഭ, സ്വദേശി വസ്ത്രപ്രചരണി സഭ എന്ന് പറയുന്ന ഒന്നുണ്ട്. പ്രചരണി സഭ ഇത് സ്ഥാപിക്കുന്നത് ആരായിരുന്നു? ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അബനീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. അതേപോലെ നാഷണൽ കോളേജ്, സ്വദേശി പ്രസ്ഥാന കാലത്ത് നാഷണൽ കോളേജ് സ്ഥാപിക്കുന്നത്, നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പളായൊക്കെ ഇരുന്നയാളായിരുന്നു ആര്? അരബിന്ദോ ഘോഷ് ആയിരുന്നു. ഓക്കെ, അരബിന്ദോ ഘോഷ് ആയിരുന്നു. അതേപോലെ ദേശീയ പാഠ്യപദ്ധതി തയ്യാറാക്കിയത് സതീഷ് ചന്ദ്ര മുഖർജിയാണ്. അതേപോലെ സ്വദേശി കെമിക്കൽ സ്റ്റോർ പ്രഫുല്ല ചന്ദ്ര റേ, PC റേ, ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ രാസ വ്യവസായത്തിൻ്റെ പിതാവായിരുന്നു PC റേ എന്നുള്ള കാര്യം ഓർക്കുക. സ്വദേശി മണ്ഡലി ഞാൻ പറഞ്ഞു, സ്വദേശി ബാന്ധവ് സമിതിയും ഞാൻ പറഞ്ഞു. സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ ബറിസാലിലായിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. ബംഗ്ലാദേശിലെ ബറിസാലിലായിരുന്നു സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിതമാക്കിയത് എന്നതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സ്വദേശി പ്രസ്ഥാന കാലത്തുണ്ടായ ചില സംഘടനകളെ കുറിച്ചായിരുന്നു ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? C രാജഗോപാലാചാരി, VO ചിദംബരം പിള്ളൈ, EV രാമസ്വാമി അയ്യർ, CP രാമസ്വാമി അയ്യർ. ആരാണ്? എനിവൺ? ആർക്കെങ്കിലും അറിയോ? സിമ്പിളാണ് അല്ലേ? സ്വദേശി പ്രസ്ഥാന കാലത്ത് തമിഴ്നാട്ടിൽ നേതൃത്വം നൽകിയ ആളാണ് VO ചിദംബരം പിള്ള. നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് കപ്പലോട്ടിയ തമിഴൻ എന്നാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നയാളാണ് ആര്? VO ചിദംബരം പിള്ള. സ്വദേശി പ്രസ്ഥാന കാലത്ത് 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുകയും അതുവഴി കപ്പൽ സർവീസുകൾ നടത്തുകയും ചെയ്തു എന്നൊരു പ്രത്യേകത. തൂത്തുക്കുടി ആസ്ഥാനമാക്കിക്കൊണ്ട് കപ്പൽ സർവീസുകൾ നടത്തി എന്നതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായി കണക്കാക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ കപ്പലോട്ടിയ തമിഴൻ, അതൊക്കെ PYQ ആണ്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? VO ചിദംബരം പിള്ളയാണ്. 1906 സ്വദേശി പ്രസ്ഥാന കാലത്ത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ഇത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്നത്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. അതുപോലെ അപ്പോൾ ഞാൻ രണ്ടിടത്തും ചില പ്രസ്ഥാനങ്ങളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. അതുപോലെ ഈ സ്വദേശി പ്രസ്ഥാന കാലത്ത് നാഷണൽ സോപ്പ് ഫാക്ടറി സ്ഥാപിച്ചത്, നാഷണൽ സോപ്പ് ഫാക്ടറി സ്ഥാപിക്കുകയുണ്ടായി. അത് നീൽ രത്തൻ സർക്കാർ ആയിരുന്നു. നീൽ രത്തൻ സർക്കാർ. നാഷണൽ സോപ്പ് ഫാക്ടറി സ്ഥാപിച്ചത് നീൽ രത്തൻ സർക്കാർ ആയിരുന്നു, മറക്കണ്ട. അതാണ് ഇവിടെ നിന്നും വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ലക്നൌവിലാണ്. ഷിംല ഡെപ്യൂട്ടേഷൻ ഇതിനൊരു കാരണമാണ്. 1906 മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. സിമ്പിൾ ചോദ്യം അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, നമുക്കറിയാം.
എന്താണ് ഉത്തരം? മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ലക്നൌവിലാണോ? അല്ല, ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിലാണ്, അല്ലെങ്കിൽ പഴയ കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനമായ ധാക്കയിലായിരുന്നു എന്ത് സ്ഥാപിതമായത്? മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ലക്നൌവിലാണ്. അടുത്തത് ഷിംല ഡെപ്യൂട്ടേഷൻ ഇതിനൊരു കാരണമാണ്. ആഗാഖാന്റെ നേതൃത്വത്തിലുള്ള ആഗാഖാൻ അടക്കമുള്ള മതപുരോഹിതന്മാർ അല്ലെങ്കിൽ മതപ്രവർത്തകർ, ആഗാഖാന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻഡോ രണ്ടാമനെ കണ്ട് സമർപ്പിച്ച നിവേദന ശ്രമത്തെയാണ് നമ്മൾ ഷിംല ഡെപ്യൂട്ടേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. സോ അത് ശരിയാണ്. 1906 തന്നെയാണ് എന്ത് സ്ഥാപിതമായത്? മുസ്ലിം ലീഗ് സ്ഥാപിതമായിട്ടുണ്ടായിരുന്നത്. 1906 ഇന്നത്തെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ അന്നത്തെ കിഴക്കൻ ബംഗാളിൻ്റെ ആസ്ഥാനമായ ധാക്ക കേന്ദ്രീകരിച്ചിട്ടായിരുന്നു എന്ത് സ്ഥാപിതമായത്? മുസ്ലിം ലീഗ് സ്ഥാപിതമായത് എന്നോർത്തിരിക്കുക. 1906 ഡിസംബർ 30 എന്ത് സ്ഥാപിതമായത്? മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. സോ അതും എന്താണ്? ശരിയാണ്. അപ്പോൾ നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് 2-3 എന്നതാണ്. 2-3 എന്നതായിരുന്നു ശരിയായി വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കൂടി പോകാം. അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. 1906 സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലകൻ, അരവിന്ദോ ഘോഷ്, രാജ് ബിഹാരി ഘോഷ്. ആരാണ്? നമുക്കറിയാം 1907 സൂറത്ത് സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സൂറത്ത് പിളർപ്പ് നടന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. സൂറത്ത് പിളർപ്പ് നടന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. INC പ്രവർത്തകർ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞുപോയ സമ്മേളനമായിരുന്നു സൂറത്ത് സമ്മേളനം എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷത വഹിച്ച ആള് രാജ് ബിഹാരി ഘോഷായിരുന്നു. ഓക്കെ, രാജ് ബിഹാരി ഘോഷായിരുന്നു അതിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടയാള് എന്ന് പറയുന്നത്. രാജ് ബിഹാരി ഘോഷായിരുന്നു അതിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടയാള് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരമായി നമ്മളുടെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വദേശി പ്രസ്ഥാനമായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. അപ്പോൾ T12 സീരീസിന് കുറച്ച് നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്തായാലും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. നന്നായി നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കട്ടെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തന്നെയാകട്ടെ വിജയികൾ. ഇത്തവണ വരാൻ പോകുന്ന 2027 LD ക്ലർക്കാകാൻ തയ്യാറായി തന്നെ ഈ ഒരു പരീക്ഷയെ വളരെ സീരിയസ് ആയി തന്നെ കാണൂ. ഓക്കെ, നമ്മളുടെ ശ്രമങ്ങളും നമ്മളുടെ അവസരങ്ങളുമാണ് നമ്മളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രമങ്ങൾ തുടരുക, വിജയം ഉറപ്പായും നിങ്ങളെ തേടിയെത്തിക്കൊള്ളും. ഓക്കെ, ആരും നിരാശപ്പെട്ടിരിക്കേണ്ട. ഈ ഒരു വർഷം നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ആദ്യ പടിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട. അപ്പോൾ T12 സീരീസ് സ്കോളർഷിപ്പ് എല്ലാവരും നന്നായി അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.